ഹായ് എല്ലാവർക്കും സ്വാഗതം. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തെപ്പറ്റി എന്താവും പറയാൻ കഴിയൂ അല്ലേ? ഇന്ന് നമ്മൾ അങ്ങനെയൊരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? നമ്മൾ ചെയ്ത തെറ്റുകൾ സമ്മതിക്കാനുള്ളൊരു ധൈര്യം അത് നമുക്കുണ്ടോ? ഈ കഥ കേൾക്കുമ്പോഴേ ഈ ചോദ്യം മനസ്സിൽ വെച്ചോളൂ. കാരണം ഇതിന്റെ ഉത്തരം അത്ര എളുപ്പമല്ല. ഓക്കേ, അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. രംഗം ഇതാണ്. ബീഹാറിലെ നാട്ടിൻപുറങ്ങളിലൂടെ പുകതുപ്പിപ്പായുന്ന ഒരു പഴയ തീവണ്ടി. അതിലൊരു തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കഥയുടെ തുടക്കം. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ഒരാൾ ഒരു സാധാരണ കർഷകൻ. അദ്ദേഹം താൻ ഒരുപാട് ആരാധിക്കുന്ന ഗാന്ധിജിയെ കാണാനായി പോവുകയാണ്. രണ്ടാമത്തെയാൾ ആൾക്കൂട്ടത്തിൽ ഒരാളായി വളരെ സാധാരണക്കാരനായി യാത്ര ചെയ്യുന്ന മറ്റൊരാൾ. ആ പാവം കർഷകൻ അറിഞ്ഞിരുന്നതേയില്ല തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പാഠമാണ് ആ യാത്രയിൽ കാത്തിരിക്കുന്നതെന്ന്. ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വഴിത്തിരിവ് വരുന്നത്. അപ്പോ ആ കമ്പാർട്ട്മെന്റിലെ തിരക്കും ചൂടുമൊക്കെ കാരണം ആ കർഷകന് ശരിക്കും ദേഷ്യം വന്നു തുടങ്ങി. ക്ഷമയൊക്കെ നശിച്ചു. തനിക്കിരിക്കാൻ കുറച്ച് സ്ഥലം വേണം, അത്രയുള്ളൂ. പക്ഷെ ആ ക്ഷമ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് ഒരു വലിയ തെറ്റായിരുന്നു. അതായത് കുറച്ചൊന്ന് നീങ്ങിയിരിക്കാമോ എന്നൊരു അപേക്ഷയൊന്നുമായിരുന്നില്ല അത്. അതൊരു കയ്യേറ്റം തന്നെയായിരുന്നു. ആ കർഷകൻ എന്തു ചെയ്തെന്നോ? ആ മനുഷ്യന്റെ കാലുകൾ ബലം പ്രയോഗിച്ച് തിരിച്ച് അദ്ദേഹത്തെ ഒരു മൂലയിലേക്ക് തള്ളിമാറ്റി. അത്രയും പോരാഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തു. യാത്രയുടെ അവസാനം അടുക്കുകയാണ്. കഥ അതിന്റെ ക്ലൈമാക്സിലേക്കും. ട്രെയിൻ ബെത്തിയ സ്റ്റേഷനിലെത്താറായി. അവിടെ അവരെ കാത്തിരുന്നത് എന്തായിരുന്നു? നമുക്ക് നോക്കാം. ട്രെയിൻ ബെത്തിയ സ്റ്റേഷനിലെത്തിയപ്പോ അവിടെ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. പ്ലാറ്റ്ഫോം മുഴുവൻ ആളുകളാണ്. ഭയങ്കര ബഹളം, എന്തോ വലിയ ആഘോഷം നടക്കുന്നതുപോലെ. എല്ലായിടത്തും ജയ് ജയ്ക്കാർ വിളികൾ മുഴങ്ങുന്നു. ആളുകളുടെ കയ്യിലൊക്കെ പൂമാലകളുണ്ട്. ഇതൊരു സാധാരണ വരവേൽപ്പല്ല, ശരിക്കും ഒരു ഉത്സവം തന്നെ. ഇതെല്ലാം കണ്ടപ്പോൾ ആ കർഷകനും അത്ഭുതപ്പെട്ടു. ആരാണീ വരുന്നത്? ആർക്കാണിത്ര ഗംഭീരമായ ഒരു സ്വീകരണം കൊടുക്കുന്നത്? ആ നിമിഷം ആ കർഷകന്റെ ലോകം ഒരു നിമിഷത്തേക്ക് നിന്നുപോയി. ആ ജനക്കൂട്ടം മുഴുവൻ ആർപ്പുവിളിക്കുന്നത് ആർക്കുവേണ്ടിയാണെന്നോ? താൻ കുറച്ചു മുൻപ് ആട്ടിപ്പായിച്ച് മൂലക്കിരുത്തിയ അതേ മനുഷ്യനു വേണ്ടി. അത് മറ്റാരുമല്ലായിരുന്നു, താൻ കാണാൻ കൊതിച്ച സാക്ഷാൽ മഹാത്മാഗാന്ധി. ആ തിരിച്ചറിവ് ഒരു ഇടിമിന്നൽ പോലെ അയാളെ ശരിക്കും തളർത്തിക്കളഞ്ഞു. ഇനിയാണ് ഈ കഥയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. ആ കർഷകനും ഗാന്ധിജിയും തമ്മിൽ പിന്നീട് എന്ത് സംഭവിച്ചു? ചെയ്തുപോയത് എത്ര വലിയ തെറ്റാണെന്ന് ഓർത്തപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധവും നാണക്കേടും തോന്നി. ആൾക്കൂട്ടമൊക്കെയൊന്ന് ഒതുങ്ങിയപ്പോ അദ്ദേഹം നേരെ ഗാന്ധിജിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പിനായി കെഞ്ചി. പക്ഷേ ഗാന്ധിജി നൽകിയ മറുപടിയാണ് ഈ കഥയെ എക്കാലത്തും ഓർമ്മിക്കുന്ന ഒന്നാക്കി മാറ്റുന്നത്. അദ്ദേഹം ആ കർഷകന് വഴക്കു പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല. പകരം എന്താ പറഞ്ഞതെന്നറിയാമോ? തെറ്റ് നിങ്ങളുടേതല്ല, എന്റേതാണ്. കാരണം എനിക്കുള്ളതിലും കൂടുതൽ സ്ഥലം ഞാനെടുത്തിരുന്നു. നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കിയേ. ഇതാണ് യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത്. അപ്പോ ഈയൊരു ചെറിയ സംഭവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ എന്തൊക്കെ പാഠങ്ങളുണ്ട്? വാ നമുക്ക് നോക്കാം. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഈ മഹത്വം എന്ന് പറയുന്നത്? അത് വലിയ സ്ഥാനമോ പ്രശസ്തിയോ ഒന്നുമല്ല. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സ്വന്തം ഭാഗത്തുള്ള തെറ്റുകൾ കാണാനും അത് സമ്മതിക്കാനുമുള്ള കഴിവുണ്ടല്ലോ, അതാണ് യഥാർത്ഥ മഹത്വം. അഖണ്ഡജ്യോതിയിൽ പറയുന്ന ഒരു വാചകം ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു മുമ്പ് സ്വന്തം തെറ്റുകൾ കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതിലാണ് യഥാർത്ഥ മഹത്വം. ഇത് തന്നെയാണ് ഈ കഥയുടെ ആകത്തുക. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് എപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. രണ്ട്, യഥാർത്ഥ ശക്തിയെന്ന് പറയുന്നത് വിനയമാണ്, അല്ലാതെ ദേഷ്യമോ ബലപ്രയോഗവുമല്ല. പിന്നെ ഒരാളുടെ മഹത്വം തീരുമാനിക്കുന്നത് അയാളുടെ സ്ഥാനമല്ല, സ്വഭാവമാണ്. ഏറ്റവും പ്രധാനമായിട്ട്, ചില സമയങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അത് ഏറ്റെടുക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ ക്ഷമാപണമായിരിക്കും, അതൊരു തോൽവിയല്ല. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എപ്പോഴാണ് നിങ്ങൾ അവസാനമായി ശരി എന്റെ ഭാഗത്താണ് എന്ന് 100% ഉറപ്പുണ്ടായിട്ടും ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി വിനയം കാണിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.